ഇന്നലെ ചേച്ചിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ചെറിയ തെറ്റല്ല, വളരെ വലിയ കുറ്റാ. നമ്മളെ ഉൾപ്പെടെ എല്ലാരെയും മണ്ടന്മാരാക്കുന്ന പോലായിപ്പോയി. മാധവേട്ടൻ എന്തു പറയുന്നു? നമ്മുടെ മോള് ചെയ്തത് നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? അവൾക്കിത് എന്ത് പറ്റിയെന്നാ ഞാൻ ഇന്നലെ മുതൽ ആലോചിക്കുന്നത്. അവൾക്കിനി എന്തു പറ്റിയാലും ശരി, ഇന്നലെ അവള് കൃത്യമായിട്ട് അവിടെ എത്തേണ്ടതായിരുന്നു. ഒന്നോർത്താ അവൾക്ക് വേണ്ടിയായിരുന്നില്ലേ ഇന്നലത്തെ ചടങ്ങ്? പ്രഭ അത് പ്രത്യേകം പറയുകയും ചെയ്തില്ലേ? നമ്മൾ കൊണ്ടുപോയ സമ്മാനം തന്നെ നല്ല രീതി കൊടുക്കാൻ സാധിച്ചോ? ഒരു ഉത്സവം നടക്കേണ്ടിയിരുന്ന വീടാ, അവളത് മരണ വീടാക്കി. നന്ദേട്ടൻ ഇത്രയും ദേഷ്യം വന്ന് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഇത്രയും ദേഷ്യമല്ല, നന്ദന് ദേഷ്യം വന്നിട്ടില്ല. ഇന്നലെ ദേവിയോട് നന്ദൻ ദേഷ്യപ്പെടുന്നതും മുറിയിൽ നിന്ന് ഇറങ്ങി പോകുന്നതൊക്കെ ഞാൻ കണ്ടു. നന്ദനെ കുറ്റം പറയാൻ പറ്റില്ല. നന്ദന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അവര് പിരിയാൻ ഇതിലും വലിയ കാരണം വേണ്ട. ദേവികയുടെ കയ്യിൽ നിൽക്കാത്ത എന്തോ ഒരു കാര്യം ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്, അതുറപ്പാ. അത് അച്ഛൻ പറഞ്ഞത് സത്യ. പക്ഷെ എന്താന്ന് ചേച്ചി തുറന്നു പറയണ്ടേ? അതെ, മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന കാരണമാണെങ്കിൽ അവരത് അംഗീകരിക്കില്ലേ? ഇതിപ്പോ എത്രയൊക്കെ ചോദിച്ചിട്ടും വാലും തുമ്പില്ലാണ്ടൊക്കെ ഏതാണ്ടൊക്കെ പറയുന്നു. വേറെ ഏതോ ദേവിയെ വന്ന് നിൽക്കുന്നെന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. അതിന്റെ ഇടയിലെ ആ ത്യാഗരാജന്റെ വക വേറെ തലവേദനകള്. അതിനെ കണ്ടപ്പോഴേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്തോ ഒരു കുഴപ്പം കൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന്. അവൻ ഉദ്ദേശിച്ച കാര്യം നടന്നിരുന്നെങ്കിൽ ചന്ദ്രോത്തും അതുപോലെ നമ്മളും ഒക്കെ ചാരുവായനെ. ഇപ്പൊ തോന്നുക ആ ബോംബ് പൊട്ടി അങ്ങ് തീർന്നാലും സാരയില്ലായിരുന്നു എന്ന്. ഇങ്ങനൊരു അപമാനം സഹിക്കണ്ടായിരുന്നല്ലോ. ഞാൻ എന്തായാലും അവളെ ഒന്ന് കാണാം, എന്താ സംഭവിച്ചെന്ന് അന്വേഷിക്കാം. എന്തായാലും നിസ്സാര കാര്യമായിരിക്കില്ല എന്ന് ഉറപ്പാണ്. പിന്നെ മനഃപൂർവ്വം ചടങ്ങിന്ന് വിട്ടു നിൽക്കാൻ അവിടെ ആരും അവളെ വേദനിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. അതിനൊക്കെ അപ്പുറത്ത് എന്തോ ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്താന്ന് വാ തുറന്ന് പറയണ്ടേ അവള്? എല്ലാവരുടെയും മുന്നിൽ പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലോ? പറഞ്ഞാൽ ചിലപ്പോൾ ആരും വിശ്വസിക്കില്ല എന്ന് തോന്നിയിട്ടാണെങ്കിലോ? എന്നാ പിന്നെ പറയണ്ട, കെട്ടിപ്പിടിച്ചോണ്ടിരിക്കട്ടെ. അവളുടെ ജീവിതം തന്നെയല്ലേ, അവള് തന്നെ അനുഭവിക്കട്ടെ. എനിക്ക് വയ്യ ഇനി. അങ്ങനെ തള്ളിക്കളയും പോലെ പറയില്ല രാധിക. അവളോടുള്ള വിരോധം വെച്ചിട്ട് പറയുന്നതാണോ? നെഞ്ചു പൊടിയാ. ഇതുവരെ ഓരോ സാഹചര്യം കാരണം അവളുടെ ജീവിതം അലങ്കോലായി. ഇപ്പതാ എല്ലാം നേരെയായപ്പോ അവളായിട്ട് തന്നെ ഓരോന്ന് വരുത്തി വെക്കുന്നു. ഈശ്വര, എന്താണ് ഇന്ന് എന്റെ മോൾക്ക് പറ്റിയത്? രജനി, ഞാനൊരു കാര്യം പറഞ്ഞ മോക്ക് ദേഷ്യം വരണ്ട. കാര്യം മോളുടെ നാത്തൂന, നമ്മുടെ നന്ദന്റെ ഭാര്യ, ഒക്കെ ശരിയാ. ദേവിക അവിടെ കാണിച്ചത് ഒട്ടും ശരിയായില്ല. അമ്മേ, ദേവിക കാണിച്ച് ശരിയാവാത്തതിന് ഇവിടെ പറഞ്ഞിട്ട് എന്താ കാര്യം? കാര്യമുണ്ട്. രജനി ദേവികയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. അതാരും പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. എന്തോ ഗുരുതരമായ സംഭവം ദേവികയ്ക്ക് ഉണ്ടായി. ഗുരുതരമായ സംഭവം എന്ന് വെച്ചാൽ അപ്രതീക്ഷിതമായ എന്തോ സംഭവം. അത് ദേവികയ്ക്ക് മറ്റുള്ളവരോട് തൽക്കാലം പറയാൻ പറ്റുന്നില്ല. ചിലപ്പോ ഇന്ന് തന്നെ ദേവിക അത് നന്ദനോട് പറഞ്ഞേക്കും. നാളെ നമുക്കൊക്കെ അറിയാൻ പറ്റും. കുടുംബത്തിലുള്ളവർ നാളെ മറ്റന്നാളോ അറിഞ്ഞോട്ടെ. ക്ഷണിക്കപ്പെട്ടവരോട് പക്ഷേ ആ നിമിഷത്തന്നെ പറയണ്ടേ, ഇന്ന സാഹചര്യം കൊണ്ടാണ് വരാൻ പറ്റിയില്ലെന്ന്. നമ്മളത് മനസ്സിലാക്കണ്ടേ? അങ്ങനെയല്ല അമ്മേ. ഗിരി, അമ്മ പറയുന്ന നേരാ. ഒന്നാമത് ഗിരി മുൻകൈ എടുത്ത ചടങ്ങ് നടത്തിയത്. അപ്പൊ നമുക്കൊരു ഉത്തരവാദിത്തമല്ലേ? അതിപ്പോ ലക്ഷക്കണക്കിന് പേരൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഒക്കെ നമുക്കറിയാവുന്നത് തന്നെയല്ലേ. നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. നിനക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഇതുവരെ അങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്നെന്തോ ദേവികയെ കുറ്റപ്പെടുത്താൻ തന്നെ തോന്നുക. അമ്മേ, എല്ലാവരും ദേവിക എന്തുകൊണ്ട് കാര്യം പറഞ്ഞില്ല എന്നുള്ള ദേഷ്യത്തില ഞാൻ. പക്ഷെ ദേവികയ്ക്ക് എന്താ സംഭവിച്ചെന്നുള്ള ഉത്കണ്ഠയില്ല.
അവളൊരു പാവം കുട്ടിയാ. പാവോ പണക്കാരോ എന്നുള്ളതല്ല, ഒരു ഉത്തരവാദിത്തം കാണിക്കണ്ടേ മോനെ. മൊബൈലിൽ ചാർജ് പോയി എന്ന് പറഞ്ഞു, എന്നാൽ ഇത്രയും പേരിൽ ആരെങ്കിലും വിളിക്കാതിരിക്കാൻ പറ്റുമോ? ഓഫീസിൽ ആരും ഇല്ലാന്നിരിക്കട്ടെ, പുറത്തോട്ട് വന്നൊന്ന് വിളിച്ചൂടെ? മറ്റാരെങ്കിലും ഒന്ന് അറിയിച്ചൂടെ? അമ്മേ, ഇതൊക്കെ അറിയാവുന്ന ആള് തന്നെയല്ലേ ദേവിക. ദേവികയ്ക്ക് അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ സാഹചര്യം അങ്ങനെ ആയിരിക്കും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.